ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ലൈഫ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ ഹൗസ് ഷിഫ്റ്റിംഗ് വീഡിയോ ആണ് കാണിക്കുന്നത്. ഏകദേശം ഒരു 1-1.5 വർഷത്തോളം നമ്മൾ താമസിച്ച വീട് ഇപ്പോൾ പുതിയ വീട്ടിലോട്ട് മാറുന്നതാണ്. വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവുന്ന കരുതുന്നു. നമ്മൾ വീടൊക്കെ മാറുന്ന സമയത്ത് ഇതുപോലെ സാധനങ്ങളെല്ലാം ബോക്സിൽ പാക്ക് ചെയ്ത് വെക്കുക. പിന്നെ അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാണ് പുതിയ വീട്ടിൽ ചെന്നിട്ട് ഇതെല്ലാം അടുത്ത് അടുക്കി പറക്കി വെക്കുന്ന പരിപാടി. അങ്ങനെ നമ്മൾ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചേ. പിന്നീട് തൊട്ടടുത്ത ദിവസം ഞാൻ ബേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഈ ഓവൻ അല്ലാതെ കൊണ്ടുപോയി ശരിയാവില്ല. അപ്പം നമ്മൾ 2 വീലറിൽ തന്നെ കൊണ്ട് അവിടെ എത്തിച്ചായിരുന്നേ. പിന്നീട് ഇത് നമ്മളുടെ ഒരു ഫ്രണ്ടാണ്, ഹസ്ബൻഡ് നല്ലൊരു ക്ലോസ് ഫ്രണ്ടാണ്. അപ്പം പുള്ളിക്കാരനെ വിളിച്ചത് കാരണം ഓട്ടോയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം നമ്മൾ ഓട്ടോയിൽ കൊണ്ടുപോയി. ഏകദേശം ഒരു 5-6 പ്രാവശ്യം ഓട്ടോയിൽ കൊണ്ടുവരാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം നമ്മൾ കൊണ്ടുവന്നു. പിന്നെ അല്ലാതെ 2 വീലറിലും ഇതുപോലെ ഒരു 8-10 പ്രാവശ്യം കൊണ്ടുവരാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം കൊണ്ടുവന്നായിരുന്നു. ഹസ്ബൻഡിനോട് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഇതുപോലെ സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ നട്ടപ്പുറ വെയിലത്തൊക്കെ നമ്മൾ സാധനങ്ങൾ 2 വീലറിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയായിരുന്നേ. അങ്ങനെ ഓൾമോസ്റ്റ് ഓട്ടോയിലും 2 വീലറിലും കൊണ്ടുവരാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് വീട്ടിൽ ഫുള്ള് നിറച്ച് വെച്ചേക്കുന്നേ കാണുന്നത്. പിന്നെ സ്റ്റൗ എല്ലാം പാക്ക് ചെയ്ത് വെച്ചത് കാരണം അന്ന് രാത്രിത്തെ ഫുഡ് നമ്മൾ പുറത്ത് തട്ടുകടയിൽ നിന്നാണേ വാങ്ങിയത്. അങ്ങനെ രാത്രി ദോശയും രസവടയും സാമ്പാറും ചമ്മന്തിയൊക്കെ ആയിരുന്നേ നമ്മുടെ ഫുഡ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിരുന്ന ഏകദേശം ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മളുടെ പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സ് വന്നായിരുന്നു. ഡാഡി അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിൽ നിന്നാണ് വന്നത്. നമ്മുടെ ന്യൂട്ടന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഒക്കെ ചെയ്തതും ഇവരുടെ തന്നെ ഇവന്റ് പ്ലാനേഴ്സ് ആണ്. അങ്ങനെ അവർ വന്ന് വീട്ടിലുള്ള ഫർണിച്ചേഴ്സ് ഒക്കെ എല്ലാം മാറ്റി. പിന്നെ ബാക്കിയുള്ള ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ബോക്സിൽ പാക്ക് ചെയ്ത് വെച്ചേക്കുന്ന ബാക്കി സാധനങ്ങളെല്ലാം നമ്മൾ തന്നെ 2 വീലറിലും ഓട്ടോയിലും ഒക്കെ മാറ്റിയത് കാരണം ഇവർക്ക് 2 തവണ പോയിട്ട് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം നമുക്ക് ഇവർക്ക് കൊടുക്കേണ്ട ചാർജിൽ നിന്ന് നന്നായിട്ട് ഒരു എമൗണ്ട് നമുക്ക് കുറഞ്ഞു കിട്ടി. പിന്നെ ഫുൾ ലോഡും എവരുടെയിൽ തന്നെ കൊടുത്തു വിട്ടാൽ നല്ലൊരു എമൗണ്ട് നമുക്ക് ആവുമായിരുന്നു. ഓരോ തവണയും പോയിട്ട് വരുമ്പോഴത്തേക്കും ആ കിലോമീറ്ററിന്റെ ചാർജ് അനുസരിച്ചാണ് ഇവരത് എടുക്കുന്നത്, റേറ്റ് എടുക്കുന്നത്. അപ്പോൾ ഈ 2 തവണ പോയത് കാരണം നല്ലൊരു എമൗണ്ട് നമുക്ക് കുറഞ്ഞു കിട്ടി. അങ്ങനെ ഏകദേശം രാത്രി ഒരു 1 മണിയോടുകൂടി സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് ഹസ്ബൻഡും തിരിച്ച് വീട്ടിലെത്തി. തൊട്ടടുത്ത ദിവസം രാവിലെ നമ്മളൊരു 9:30-10 മണിക്കകത്ത് നമ്മൾ പുതിയ വീട്ടിൽ കയറി. അമ്മയും ന്യൂട്ടനുമാണ് ഫസ്റ്റ് കയറിയത്. ഇപ്പം വീട് കിടക്കുന്ന അവസ്ഥ ഇതാണ് നമ്മളുടെ റൂം. ഫുൾ സാധനങ്ങൾ കൊണ്ട് കുത്തി ഞെരുക്കി ഇട്ടേക്കാണ്. അങ്ങനെ ഒരിടത്തുനിന്ന് ഒതുക്കി തുടങ്ങാമെന്ന് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും ന്യൂട്ടനും ഹസ്ബൻഡും നമ്മുടെ റൂമിലിരിക്കുന്ന സാധനങ്ങളെല്ലാം പുറത്തോട്ട് എടുത്ത് വെച്ച്. ഞാൻ കരുതി ആദ്യം അലമാര തന്നെ ഒതുക്കാന്ന്. ന്യൂട്ടന്റെ ഡ്രസ്സ് തന്നെ ഒരു ലോഡുണ്ട്. അപ്പോൾ അവളുടെ ഡ്രസ്സും നമ്മുടെ ഡ്രസ്സും ഒക്കെ ഒന്ന് അലമാരയിലൊന്ന് ഒതുക്കിയാൽ തന്നെ കുറേ ബോക്സുകളെല്ലാം ഒഴിയുന്ന കരുതി. അങ്ങനെ നമ്മുടെ അലമാരയെല്ലാം സെറ്റാക്കി. ഇത് പിന്നെ ന്യൂട്ടന്റെ വീട്ടിലിടുന്ന ഡ്രസ്സെല്ലാം വെക്കുന്ന ഒരു ഓർഗനൈസറാണ്. ഇതിന്റെ മേക്കപ്പ് സാധനങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ വെക്കുന്ന എൻ്റെ ഓർഗനൈസറാണ്. അങ്ങനെ നമ്മളുടെ റൂമെല്ലാം ഏകദേശം ഒതുക്കി വൃത്തിയാക്കി വെച്ചു. ഇത് ഹോളാണ്. നമ്മുടെ പഴയ വീട്ടിനേക്കാളും നല്ല വലിയ ഹോളാണ് ഇത്. പിന്നെ ഞാൻ ന്യൂട്ടന്റെ കുറച്ച് ടോയ്സ് എടുത്ത് വെച്ച്. കുറേയൊന്നും എടുത്തിട്ടില്ല, എല്ലാം പാക്ക് ചെയ്ത് തന്നെ വെച്ചേക്കാണ്. കുറച്ച് ആവശ്യമുള്ള മാത്രം എടുത്തു. പിന്നെ ഇതാണ് നമ്മുടെ കിച്ചൺ ഏരിയ. അപ്പോൾ നമ്മുടെ ഹൗസ് ഷിഫ്റ്റിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.